ദേവികയെ കൊണ്ട് അവളെ തന്നെ ശപിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കരുത്. ആരും കാണാതെ കരയാനുള്ള അവസരം ഉണ്ടാക്കരുത്. ആ പോട്ടെ, കഴിഞ്ഞത് കഴിഞ്ഞു. അപ്പൊ എന്തായാലും പൗർണമി കഴിഞ്ഞാ സിംഗപ്പൂർ പോവാൻ വേണ്ടി സാധനങ്ങൾ പാക്ക് ചെയ്ത് തുടങ്ങിക്കോ. ഓക്കെ, താങ്ക് യു. കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൂര് വാഴണ പെണ്ണാളെ, കൊടുവാളെടുത്ത് ചുടുതാരിക ചോരയിൽ നീരാടി. ഒന്ന് നിർത്തുന്നുണ്ടോ? ഇവിടെ വീടിനകത്ത് തീ പിടിച്ചിരിക്കുക, അതിനിടയ്ക്ക് അവളുടെ ഒരു കരിങ്കാളി. ഇത് മൊബൈലിൽ പിള്ളേര് പടം പിടിക്കുമ്പോ കേക്കണ പാട്ടാടി. എന്താ മോളെ അതിന് പേര്? റീൽസ് ആയിരിക്കും. ആ, റീൽസ് ആയിരിക്കും. ഓ, നിന്റെ ഒരു റീൽസ് പോയി പണിയെടുക്കടി. കരിങ്കാളിയല്ലേ മോക്ക് കഴിക്കാൻ ഇഡ്ഡലി ഉണ്ടാക്കട്ടെ? എനിക്കായിട്ടൊന്നും ഉണ്ടാക്കണ്ട ആന്റി, ഞാൻ കഴിക്കുന്നില്ല. അതെന്താ മോളെ? ഒരു നേരം മാത്രം ഭക്ഷണം, അങ്ങനെയാ വ്രതം. എത്ര നേരം വിശന്നിരിക്കുക? നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങളിലാവുമ്പോ വിശപ്പൊന്നും അറിയില്ലല്ലോ ആന്റി. ഒന്നോർത്ത നൊയമ്പും വ്രതമൊക്കെ ശരീരത്തിനെ ശുദ്ധപ്പെടുത്തും. പക്ഷെ മോൾക്ക് ശീലമില്ലാത്തതല്ലേ വിശന്നിരിക്കുന്നതോ? ആ, അതൊക്കെ നല്ല ശീലം ആന്റി. പഠിക്കുന്ന സമയത്ത് വിശപ്പിന്റെ വില നന്നായിട്ട് അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല. ഞാനൊരു എളുപ്പവഴി പറയട്ടെ? എളുപ്പവഴിയോ? ആ, എന്താ? ഒരു കുറ്റി പുട്ടും കറി എടുത്തോണ്ട് ദേ അവിടെ പോയിരുന്നു കഴിച്ചു. ഞങ്ങൾ ആരോടും പറയില്ല, അല്ലടി ഭാർഗവി? ഞങ്ങൾ അറിഞ്ഞ ഭാവം കാണിക്കില്ല. കൊച്ചു കഴിച്ചു. കാര്യമായിട്ട് പറയുവാ. സ്വന്തം സ്വഭാവം എന്നെ പഠിപ്പിക്കാൻ ശ്രമിക്കല്ലേ. വ്രതം നോക്കാനൊന്നും നോക്കില്ല ഞാൻ. ഇക്കാലത്ത് ആർക്കും ഒരു ഉപകാരം ചെയ്യാൻ പാടില്ല. ഞാൻ ആ കുട്ടിക്ക് ഗുണം വരുന്ന കാര്യമാ പറഞ്ഞത്, അതിന് ദേഷ്യം കാണിക്കുന്നു. എന്റെ നാവിന്റെ കുഴപ്പമാ, മനസ്സ് തോന്നുന്നത് ഞാനങ്ങ് വിളിച്ചു പറയും. നാവിന്റെ കുഴപ്പം കൊണ്ട് സമാധാനം പറയേണ്ടതേ പല്ലായിരിക്കും. അത് നീ മറക്കണ്ട. പോയി പണിയെടുക്കടി. അതേ പറഞ്ഞോണ്ട് നിന്നോളൂ. ഹലോ മാഡം. സ്വാമി ആശ്രമത്തിലുണ്ടല്ലോ അല്ലേ? അതെ, ആശ്രമത്തിലുണ്ട്. ഞാൻ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ആലോചിച്ചില്ലേ? സത്യം പറഞ്ഞ ഞാൻ ആകെ പ്രയാസത്തിലാണ്. ഈശ്വരവിരുദ്ധമായിട്ടാണല്ലോ ചില കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് ഓർക്കുമ്പോൾ ഒരു മനസമാധാനക്കേട്. ഈശ്വരവിരുദ്ധോ? ലോകത്തെ ഏറ്റവും വലിയ ശക്തി അമ്മയാ. ഒരമ്മയുടെ വിഷമം മാറ്റുകയല്ലേ സ്വാമി ചെയ്യുന്നത്. കുറ്റബോധമൊന്നും വേണ്ട. അങ്ങ് എത്രയും പെട്ടെന്ന് തന്നെ എന്റെ വീട്ടിലേക്ക് വരണം. എന്നിട്ട് ഞാൻ പറഞ്ഞ കാര്യം ഇവിടെ എല്ലാവരുടെയും മുമ്പിൽ അവതരിപ്പിക്കണം. ബ്രഹ്മദത്തൻ തിരുമേനി നിർദ്ദേശിച്ചതുപോലെ ആയിരിക്കണം കാര്യങ്ങൾ അവതരിപ്പിക്കാൻ. തിരുമേനി പറയാത്തൊരു കാര്യം അദ്ദേഹം പറഞ്ഞതായിട്ട് പറയാന്ന് വെച്ചാൽ അത് പാവമല്ലേ? അത്രയ്ക്ക് പ്രയാസമാണെങ്കിൽ വിട്ടേക്ക്. മാഡം പറയുമ്പോ അത് ചെയ്യാതിരിക്കാനും സാധിക്കുന്നില്ല. അങ്ങയുടെ വിഷമമൊക്കെ മാറുന്ന തരത്തിൽ ഞാൻ പാരിതോഷികം നൽകും. അയ്യോ, അതൊന്നും ആഗ്രഹിച്ചിട്ടല്ല ഞാൻ ഇതൊന്നും ചെയ്യുന്നത്. ശരി, ഞാൻ അങ്ങോട്ട് വരാം. മാഡം പറഞ്ഞതൊക്കെ എല്ലാവരുടെ മുന്നിലും അവതരിപ്പിക്കാം. സന്തോഷം. നന്ദി. ശരി. അമ്മേ, അമ്മ വന്നേ, നമുക്ക് ചന്ദ്രത്തേക്ക് പോവാം. ചേച്ചി ഇങ്ങോട്ട് കൊണ്ടുവരാം. ചേച്ചിക്ക് ചോദിക്കാനും പറയാനും ഒക്കെ ആളുണ്ടെന്ന് അവരറിയട്ടെ. ഏത് വലിയ ആചാര്യം വിധിച്ചതാണെങ്കിലും ശരി, ഇതൊന്നും സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല. നന്ദേട്ടനിൽ നിന്ന് അകന്നു നിൽക്കണമെന്നല്ലേ പറഞ്ഞേ?
എന്നാ പിന്നെ ഇവിടെ വന്ന് നിൽക്കട്ടെ. എന്താ എന്താ ശാരിക പറയുന്നത്? ദേവിയെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരാൻ പറയുക. ഒരു കണക്കിന് അതാ നല്ലത്. അവിടെ ഇങ്ങനെ തടവിൽ കിടക്കുന്ന പോലെ എന്തിനാ കഴിയുന്നത്? ഇവിടെ നിൽക്കട്ടെ, ശുദ്ധവായുവെങ്കിലും ശ്വസിക്കാം. നമ്മുടെ അടുത്ത് നിൽക്കുമ്പോ ഒരു സ്വാതന്ത്ര്യവും സമാധാനവും ഒക്കെ ഉണ്ടാവും. പക്ഷേ ബ്രഹ്മതത്വം തിരുമേനി വിധിച്ച പ്രകാരം തന്നെ വേണം കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകാൻ. ആ വീട്ടിൽ തന്നെ നിക്കണമെന്നൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ലല്ലോ. അകന്നു കഴിയണം, അത്രയല്ലേ ഉള്ളൂ. ഇവിടെ ആവുമ്പോ ആ വീട്ടിൽ നിന്ന് ഒരുപാട് ദൂരെ അകന്നു നിൽക്കുന്നതിന്റെ ഫലവും കിട്ടും. അതുമല്ല, ആ കാർത്തികേയന്റെ കാര്യം പറഞ്ഞത് മുതല് അങ്ങനെ ഒരു പേടി മനസ്സിൽ വന്നു കിടക്ക. അവള് നമ്മുടെ കൺവെട്ടത്ത് തന്നെ ഉണ്ടെങ്കിൽ ഒരു സമാധാനം കിട്ടും. അവിടെ ഉള്ളവർക്ക് അത് ഇഷ്ടാവോ? ഇഷ്ടാവൂന്ന് ഇത് കേൾക്കുമ്പോ ആ പ്രഭാവതി വല്യമ്മ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടും. പക്ഷെ അവരൊഴികെ ബാക്കി എല്ലാവർക്കും മോളെ വലിയ കാര്യല്ലേ. നമ്മൾ ധിക്കാരം കാണിച്ചെന്ന് തോന്നുന്നു. നന്ദനും ചിലപ്പോൾ അത് അംഗീകരിക്കില്ല. അതൊക്കെ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാം. ഞാനൊരു കാര്യം പറയട്ടെ. എന്താ? ഇന്നൊരു ദിവസം നമുക്ക് തീരുമാനങ്ങളൊന്നും എടുക്കണ്ട. ഇന്നിവിടെ എന്തൊക്കെയാ സംഭവിക്കുന്നത് നോക്കാം. കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നാളെ ചെന്ന് വിളിക്കാം. അതാ അതിൻ്റെ ഒരു ശരി. എന്നാ പിന്നെ അങ്ങനെ ചെയ്യാമേ. അച്ഛാ, മതിയോ? അച്ഛാ, ആരോഗ്യമൊക്കെ പൊതുവെ എങ്ങനെ തോന്നുന്നു? എനിക്കറിയാം, അച്ഛനിപ്പൊ നല്ല മാറ്റമുണ്ട്. ഏറിയാൽ 1 മാസം. അതിനു മുമ്പ് അച്ഛന്റെ അസുഖമൊക്കെ 100% ഭേദമാവും. അത് കഴിഞ്ഞാല് ഈ വീടൊന്ന് ഉഷാറാവും. അല്ല ദേവികെ? മരുന്ന് കഴിച്ചേ. ദേവിക, ഇന്നതിൽ ഒരു വാക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാ തീർന്നു. അമ്മ കാര്യം പറ, എന്താ സംഭവിച്ചേ? ഇവളെന്താ ഈ കാണിക്കുന്നത്? സിദ്ധുനെന്തിനാ ഇവള് മരുന്ന് കൊടുക്കുന്നേ? തിരുമേനി പറഞ്ഞതൊക്കെ എല്ലാവരും കേട്ടതാ. ഈ വീട്ടിലെ മറ്റാൾക്കാരുമായിട്ട് സംസർഗം പാടില്ല. ദോഷമുള്ള പെണ്ണാ ഇവള്. അമ്മ എന്തൊക്കെയാ പറയുന്നേ? എന്താ? ഇതാ ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞത്. ഞാൻ എന്തു പറഞ്ഞാലും അത് കുറ്റമാണെന്ന്. ശരിയല്ലാത്തത് പറഞ്ഞ അതൊരു കുറ്റം തന്നെയാ. ദേവികയും കൂടെ നിൽക്കുമ്പോ അമ്മയെ എതിർത്ത് സംസാരിക്കുന്നത് ശരിയല്ല. പക്ഷെ പറയാതിരിക്കാൻ വയ്യ. അമ്മ വാക്കുകൾക്ക് മനഃപൂർവ്വം പോയിസൺ കലർത്തി വിടുക. രജനി, പിന്നല്ലാതെ ഞാനെന്ത് പറയണം? മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ഒരു പെണ്ണിനെ ചൂണ്ടി പറയുക ഇവിടെ ദോഷമുള്ള പെണ്ണാണെന്ന്. ദൈവം സഹിക്കില്ലമ്മേ. ആന്റി, വേണ്ട ചേച്ചി, ഇതിനെ ചൊല്ലിയൊരു തർക്കം വേണ്ട. ദൈവം തിരുമേനിയുടെ രൂപത്തിൽ വന്ന് ഇവിടെ എല്ലാവരെയും കാര്യങ്ങൾ അറിയിച്ചത്.
ഇവളുടെ ദോഷം ഞാനല്ല കണ്ടുപിടിച്ചത്. വീണ്ടും പറയുന്ന കേട്ടില്ലേ ഇവളുടെ ദോഷമൊന്ന്. ജാതകത്തിലെ ദോഷമൊന്ന് പറയണോ അമ്മേ? എങ്കിൽ ജാതകത്തിലെ ദോഷം. ആ ദോഷമുള്ള ഇവള് സിദ്ധുവിന് മരുന്ന് കൊടുത്താൽ ദോഷം സിദ്ധുവിനെയും ബാധിക്കും. അത് കൊള്ളാം. ജാതകദോഷം പകർച്ചവ്യാധിയാണോ? അന്ധവിശ്വാസങ്ങൾ എവിടെ വരുന്നു അവിടെ തീർന്നു. ചേച്ചി, ആന്റി കുറ്റപ്പെടുത്തണ്ട. ആന്റി പറയുന്നത് ശരിയായിട്ടുള്ള കാര്യങ്ങള്. തിരുമേനി പറഞ്ഞതിൽ ഒരു ശാസ്ത്രം ഉണ്ടാവും. ഞാൻ തിരുമേനിയെ പൂർണ്ണമായി വിശ്വസിച്ച ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ആന്റി ക്ഷമിക്കണം, ഞാൻ ചെയ്തത് തെറ്റാ. നിക്ക്. ഇന്നലെ ഡൈനിങ് ടേബിളിൽ നിന്ന് മാറ്റിയിരുത്തിയതും ഇപ്പൊ ഈ ചെയ്യുന്നതൊക്കെ ഈ കുടുംബത്തിന്റെ പൊതുവായ നന്മയ്ക്ക് വേണ്ടിയാ. അതെനിക്കറിയാം ആന്റി. ചിലർക്ക് അത് മനസ്സിലാവില്ല. രജനി, എന്നെ നീ കാര്യങ്ങൾ പഠിപ്പിക്കാൻ നോക്കണ്ട. ഞാൻ ആരാ അമ്മയെ പഠിപ്പിക്കാൻ? പക്ഷെ ഒരു കാര്യം, അമ്മ ഇപ്പൊ പഠിച്ചു വച്ചിരിക്കുന്നതേ തെറ്റായ പാഠങ്ങളാ. തെറ്റാണ് ശരിയെന്ന് വിശ്വസിക്കുന്നവർ തിരുത്താനും കൂട്ടാക്കില്ല. രജനി, നിന്റെ ജീവിതത്തിലെ വിഷമങ്ങൾക്ക് എന്നോടല്ല വാശി കാണിക്കേണ്ടത്. അങ്ങാടി തോറ്റത്തിന് അമ്മയോടല്ല. ഓ, എന്റെ ജീവിതത്തിനെ അങ്ങാടിയോട് സാമ്യപ്പെടുത്തിയല്ലേ? കൊള്ളാം. ഒരു കാര്യം, അങ്ങാടിയില് ഞാനായിട്ട് തോറ്റതല്ല, അമ്മയാ എന്നെ തോപ്പിച്ചത്. സോറി അമ്മേ. എന്നോടാരും സോറി പറയണ്ട. മക്കളുടെ വഴക്ക് കേൾക്കൽ എനിക്ക് ശീലമായി. എന്റെ തീരുമാനങ്ങളെ ആർക്കും ഇളക്കാൻ പറ്റില്ല. ആശ്രമത്തിൽ നിന്ന് തിരുമേനി എത്തിയെന്ന് തോന്നുന്നു. ആരാ വന്നേന്ന് നിന്ന് നോക്ക്. നമസ്കാരം സ്വാമി. നമസ്കാരം. വരണം. പ്രഭമേടം ഉണ്ടല്ലോ അല്ലേ? ഉണ്ട്. അതുപോലെ കുടുംബത്തിലെ പ്രധാനപ്പെട്ട എല്ലാ ആൾക്കാരും വേണം, ദേവിക അടക്കം. എന്താ സ്വാമി, എന്തെങ്കിലും പ്രശ്നം? ബ്രഹ്മദത്തൻ തിരുമേനി
ഒരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ അറിയിക്കാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. എന്താ സ്വാമി? എന്താണെങ്കിലും പറഞ്ഞോളൂ. പറയാം. എല്ലാവരോടുമായി പറയണമെന്നാ തിരുമേനി കൽപ്പിച്ചിരിക്കുന്നത്. സ്വാമി വരണം. ആ, നമസ്കാരം. നമസ്കാരം. വരൂ. വേണ്ട വേണ്ട, നമുക്ക് ആ വിഷയം വിടാം. ഇടാം? വേണ്ടെന്ന് പറഞ്ഞില്ലേ? സംസാരിക്കാൻ വേറെ എത്രയോ കാര്യങ്ങളുണ്ട്. രാഷ്ട്രീയം പറ, അല്ലെങ്കിൽ സിനിമാ കാര്യം പറ. ഇടാം, ഞാൻ പറയുന്നൊന്ന് കേക്ക്. വേണ്ടാന്നേ. നിന്റെ കുടുംബകാര്യം ഒരാഴ്ച സംസാരിച്ചാലും ഒരിടത്തും എത്താൻ പോകുന്നില്ല. അന്ന് ദേവികയുമായി വീട്ടിൽ ചെന്ന് കയറി. അതിന്റെ തലേന്ന് നീ പറഞ്ഞു, ഇനി ദേവികയുടെ കാര്യം 100% ശ്രദ്ധിക്കും. ദേവികയുടെ സംരക്ഷണം കഴിഞ്ഞിട്ടേ ബാക്കി എന്തോ ഉള്ളൂന്ന്. എന്നിട്ടോ ഇപ്പൊ ഒരു ജാതകദോഷവും പൊക്കി പിടിച്ചോണ്ട് വന്നിരിക്കുന്നു. അത് എന്റെ കുറ്റമാണെന്നാണോ നീ പറയുന്നേ? നിന്റെ കുറ്റമൊന്നല്ല, നിന്റെ മാത്രം കുറ്റമെന്നാണ് ഞാൻ പറഞ്ഞത്. പരസ്പരം ഇഷ്ടപ്പെട്ട് മനസ്സുകൾ തമ്മിൽ അടുത്ത് താലി കെട്ടി കൊണ്ടുവന്നിട്ട് ഒരു ജാതകം നോക്കല്. വേണ്ട, ഞാൻ പറഞ്ഞാ കൂടി പോ. അതുകൊണ്ടാ പറഞ്ഞത് നമുക്ക് നാട്ടുകാര്യം പറയാന്ന്. ഇടാ, ആ ജാതകം നോക്കിയത് ഞാൻ പറഞ്ഞിട്ടാണെന്നാണോ നീ പറയുന്നേ? നോക്കിയത് നീ പറഞ്ഞിട്ടല്ലായിരിക്കും, പക്ഷെ അനുഭവിക്കുന്നത് നിന്റെ ഭാര്യ തന്നെയല്ലേ. 2 മുറി കിടക്കുന്നു, ഒറ്റയ്ക്കിരുന്ന് ആഹാരം കഴിക്കുന്നു. അതിന് നീ എന്ത് ചെയ്തു? എങ്ങനെ ഇടപെട്ടു? എന്ത് ഉത്തരവാദിത്തം കാണിച്ചു? മുരളിയേട്ട എന്താ ഇത്? കുറച്ചു നേരമല്ല തുടങ്ങിയിട്ട്. ഞാൻ ചായ എടുക്കട്ടെ? എന്ത് ചായ? എനിക്ക് ചായ ഒന്നും വേണ്ട. ഇവനുണ്ടോ കൊടുക്ക്. മുരളിയേട്ട. കുടുംബക്കാരൻ. നന്ദ ബാ, ഞാൻ ചായ എടുക്കാം. എനിക്കും വേണ്ട. നീ എന്താ ചോദിച്ചേ? ദേവി ഞാൻ 2 മുറി കിടക്കുന്നത് ഒഴിവാക്കാൻ ഞാൻ എന്താ ചെയ്തേന്നോ? എടാ, ദേവിയുടെ ഇഷ്ടത്തോടെയാ ഈ വ്രതം പൂജയൊക്കെ നടക്കുന്നേ. എനിക്കിതിൽ ഒട്ടും താല്പര്യമില്ലായിരുന്നു. അവൾ നിർബന്ധം പിടിച്ച പിന്നെ ഞാൻ എന്ത് ചെയ്യും? അല്ല, എന്റെ സ്ഥാനത്ത് നീ ആയിരുന്നെങ്കിൽ നീ എന്ത് ചെയ്യും? പറ. നീ പറ. നന്ദന്റെയും ദേവികയുടെയും സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. ആരോ ഒരാള് വേണ്ട, ഒരു വലിയ സ്വാമി നമ്മുടെ ജാതകം നോക്കിയിട്ട് അകന്ന് താമസിക്കണമെന്ന് പറയുന്നു. ഇല്ലെങ്കിൽ കുടുംബത്തിന് ദോഷം. വ്രതം എടുക്കാൻ നീ തയ്യാറാവും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഞാൻ എന്ത് ചെയ്യും? നീ തുറന്നു പറ. ഇവിടെയാണെങ്കിൽ ആ ജാതകം നോക്കലേ സംഭവിക്കില്ല. മനസ്സുകൾ തമ്മിൽ പൊരുത്തമുണ്ട്. വിവാഹം കഴിഞ്ഞു. ഇനി ജാതകം നോക്കലൊന്നും വേണ്ടാന്ന് മുരളിയേട്ട ഉറപ്പിച്ചു പറയും. ഇനി അഥവാ ഞാൻ ഇല്ലാത്തൊരു സാഹചര്യത്തില് വീട്ടിൽ ആരെങ്കിലും ജാതകം നോക്കിച്ചിട്ട് അകന്ന് കഴിയണമെന്ന് പറഞ്ഞ അകന്ന് കഴിയും. എന്താ അകന്ന് കഴിയുമെന്ന് എന്ന് വെച്ചാ എന്നെയും പിടിച്ച് മുരളിയേട്ടൻ അന്ന് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. അങ്ങനെ അകലെവിടെയെങ്കിലും പോയി നമ്മൾ ഒരുമിച്ച് കഴിയും. നീ വാ, നമുക്കൊരു ചായ കുടിക്കാം. എനിക്ക് ചായ ഒന്നും വേണ്ട. നിന്റെ പ്രശ്നം എന്താണെന്ന് ഞാൻ പറയാം. നീ എന്നെക്കാൾ ബോൾഡും ധൈര്യമുള്ളവനോ. അല്ലെങ്കിൽ പിന്നെ ഇഷ്ടപ്പെട്ട പെണ്ണിനെ വിളിച്ചുകൊണ്ട് വരെയും താലി കെട്ടുകയും ചെയ്യില്ലല്ലോ. അപ്പൊ നിനക്കറിയാല്ലേ. പക്ഷേ പ്രഭയാന്റിയുടെ ഒരു നിഴൽ നിന്നെ മൂടി നിൽക്കുന്നുണ്ട്. ചന്ദ്രോത്ത് വീടൊരു ഭാരമായിട്ട് നിന്റെ ജീവിതത്തിൽ നിൽക്കുന്നുണ്ട്. അതിന്റെ ചിട്ടവട്ടങ്ങൾക്കപ്പുറം പോവാൻ നിനക്ക് സാധിക്കുന്നില്ല. നീ പറയുന്ന കുറെയൊക്കെ ശരിയാ. ചില ദിവസം കരുതും ദേവി വിളിച്ചോണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്ന്. പക്ഷെ അതിന് സാധിക്കുന്നില്ല. ചന്ദ്രോത്ത് വീട് എന്നെ അവിടെ കെട്ടിയിടുന്ന പോലെ തോന്നുക. പക്ഷേ പൗർണമി കഴിയുന്നോടെ ഞാൻ ചില തീരുമാനമൊക്കെ എടുക്കുന്നുണ്ട്. അതുവരെ ദേവിയുടെ ആഗ്രഹം പോലെ നടക്കട്ടെ. അവളുടെ സന്തോഷത്തിന് വേണ്ടി പൂജയോ വ്രതോ എന്തെങ്കിലുമൊക്കെ നടക്കട്ടെ. അതുവരെ ഞാനത് അംഗീകരിക്കും. അതെ നന്ദൻ, പൗർണമി കഴിഞ്ഞാ നിങ്ങൾ അവിടുന്ന് മാറണം. അത് തന്നെയാ എന്റെയും തീരുമാനം. ഗൗരി, നീ പോയി ചായ എടുക്ക. എടുത്ത് ആരാ നോക്ക്.
ചേച്ചിയാണല്ലോ. എന്താ ചേച്ചി? ഡാ, നീ എവിടെയാ? ഞാൻ മുരളിയുടെ കൂടെ ഉണ്ട്. നീ അത്യാവശ്യമായിട്ട് വീട്ടിലേക്ക് വാ, ഉടനെ വരണം. എന്താ ചേച്ചി കാര്യം? ഇവിടെ ആശ്രമത്തിൽ നിന്നൊരു സ്വാമി വന്നിട്ടുണ്ട്. പ്രധാനപ്പെട്ട എന്തോ കാര്യം പറയണോന്ന്. എന്ത് പ്രധാനപ്പെട്ട കാര്യം? എല്ലാരും കൂടി വന്നിട്ട് പറയാന്നാ പറഞ്ഞേ. നീ വേഗം വാ. ശരി ചേച്ചി, ഇതാ വരുന്നു. എന്താടാ? എടാ, ഞാൻ ഇറങ്ങാ. വീട്ടിൽ ആശ്രമത്തിൽ നിന്ന് ഒരു സ്വാമി വന്നിട്ടുണ്ട്. എന്തിനാണെന്ന് ഏതിനാണെന്നൊന്നും പറഞ്ഞില്ല. ഞാൻ ഓടി ചെല്ലട്ടെ. എടാ, അയാള് മുരളിയേട്ടാ, നന്ദം പൊക്കും. ഓ, ആശ്രമം, സ്വാമി, തിരുമേനി, കേൾക്കുമ്പോ തന്നെ ദേഷ്യം വരിക. പാവം നന്ദൻ ആകെ വിഷമിച്ചിട്ടാ പോയത്. ഇനി ആ സ്വാമി എന്തൊക്കെയാണോ പറയാൻ പോകുന്നത്? പറഞ്ഞല്ലോ, ഒരു പ്രധാനപ്പെട്ട കാര്യം അറിയിക്കാൻ വേണ്ടിയാ ബ്രഹ്മദത്തൻ തിരുമേനി എന്നെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. തിരുമേനി അന്ന് നിർദ്ദേശിച്ച പ്രകാരമുള്ള അനുഷ്ഠാനങ്ങളും വ്രതവുമൊക്കെ കൃത്യമായി ചെയ്യുന്നുണ്ടെന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് എനിക്കിപ്പോ നിങ്ങളെ അറിയിക്കാനുള്ളത്. എന്താ തിരുമേനി പറഞ്ഞു ഏൽപ്പിച്ചിരിക്കുന്നത്? പൗർണമിക്ക് മുമ്പ് ഒരു ദിവസത്തെ ഭജന കൂടി നോക്കേണ്ടതായിട്ടുണ്ട്. അത് ചെയ്യാം സ്വാമി. അമ്പലത്തിൽ ഒരു ദിവസം ഭജന ഇരിക്കണം. ഇരിക്കാം. ഏതമ്പലത്തിലും ആകാമല്ലോ അല്ലേ? ഇല്ല, ചിന്നാർമുടിയിലെ കാട്ടുമുത്തപ്പൻ കോവിലിൽ.